നിങ്ങൾ ആരെങ്കിലും നരേന്ദ്രനാഥ് ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ സാധ്യത കുറവാണ്. ഉലോങ്ക രാജയോ? സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. എന്നാൽ നേക്കഡ് കിങ് അല്ലെങ്കിൽ നഗ്നനായ രാജാവിനെ പറ്റി കേൾക്കാത്തവർ ഒരുപക്ഷെ ആരുമുണ്ടാവില്ല. ഇതൊരു ബംഗാളി കവിതയാണ്. ആ ബംഗാളി കവിത എഴുതിയ ആരാന്നറിയോ? അതാണ് നരേന്ദ്രനാഥ് ചക്രവർത്തി എന്നത്. അദ്ദേഹത്തിന്റെ കവിതയാണ് ഉലോങ്ക രാജ. 1974 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് ഉലോങ്ക രാജയ്ക്ക്. ചിലപ്പോഴെല്ലാം നമ്മളും നാം ഉൾപ്പെടുന്ന സമൂഹവും അങ്ങനെയാണ്. മീൻ വിൽക്കുന്ന ഇക്കാക്ക പറഞ്ഞാൽ നേഹ, എന്നാൽ പള്ളിയിലെ മുല്ലാക്ക പറഞ്ഞാലോ ആഹ. ഇതാണ് നമ്മൾ. പേരുകൾക്ക് മുമ്പും പിമ്പും കൊമ്പും വാലുമുള്ളവരെ കേൾക്കാനേ, പ്രശംസിക്കാനേ, പുകഴ്ത്താനേ ജനം കാണും. തെരുവിലെ ഗായകൻ ഹൃദയം പൊട്ടി ശ്രുതിമധുരമായി ഗാനങ്ങൾ മനോഹരമായി ആലപിച്ചാലും ആ ഗാനങ്ങൾ മഹത്തരമെന്ന് ഒരുത്തരും പറയില്ല. അത് ഗംഭീരമെന്ന് പറയില്ല. ഉദാത്തമാണെന്ന്. പേരും പെരുമയും പ്രശസ്തിയും ഈ പുകഴ്ത്തലുകളും പ്രശംസകൾക്കും ആവശ്യമാണ്. ഒരു കായ് വസ്ത്രങ്ങളോ ശുഭവസ്ത്രമോ നെടുനീളൻ വസ്ത്രങ്ങളോ ആണ് പലപ്പോഴും വാക്കുകൾക്കും മൂല്യങ്ങൾ നൽകുന്നത്, അർത്ഥങ്ങൾ നൽകുന്നതും. ക്രിസ്തു പറഞ്ഞ വാക്കുകൾ പോലും എത്രയോ വർഷങ്ങൾ എടുത്തു അത് സുവർണലിപികളായി തീരാനും. അന്നാസും കയ്യപ്പാസും പറയുന്നതിനെ ജനങ്ങളും പ്രതിനിധികളും കയ്യടിച്ച് പ്രശംസിച്ചു. അത് വെഡിത്തങ്ങളാണെങ്കിൽ പോലും ആ രാജാവ് നഗ്നനാണെന്ന് ആ കുഞ്ഞുകുട്ടി പറയേണ്ടി വന്നു. മറ്റുള്ളവർ ഉദാത്തമെന്നും ഗംഭീരമെന്നും മനോഹരമെന്നും പറഞ്ഞു പുകഴ്ത്തും. അതുപോലെ ഒരു സന്യാസിയോ സന്യാസിനിയോ ഇമാമോ മുല്ലാക്കയോ പൂജാരിയോ വൈദികനോ വെള്ളവസ്ത്രക്കാരനോ എത്ര നെടുനീളം പ്രസംഗം ചെയ്താലോ എഴുതിയാലോ അത് ഗംഭീരമാകും, അതുല്യമാകും, മനോഹരങ്ങളാകും, ഉദാത്തങ്ങളാകും, മഹത്തരങ്ങളാകും. സാധാരണക്കാരൻ ഇതിനേക്കാൾ മനോഹരമായി കാമ്പുള്ള കാര്യം 1 മിനിറ്റ് സംസാരിച്ചാലോ പ്രസംഗിച്ചാലോ 10 വരെ എഴുതായാലോ അത് ബോറടിയാകും, മോശമാകും. കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിൽ കളയുക. ചില വായഭിഷേകങ്ങളും അങ്ങനെ തന്നെയാണ്. ഇന്ന് പലതിനും പേരിന് മുമ്പോ പിമ്പോ ഉള്ള പദ്ധതികളാണ് വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു സിസ്റ്റർ ഡാൻസ് ചെയ്താൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷേ അവര് ഡ്രസ്സിട്ട് ഡാൻസ് ചെയ്യുമ്പോഴാണ് സംഭവമാകുന്നത്. എന്നാൽ അത് സാധാരണ ഡ്രസ്സാണെങ്കിലോ അതൊരു സംഭവമല്ല. അതായത് സഭാവസ്ത്രത്തിൽ ഡാൻസ് ചെയ്താൽ അത് സംഭവം. ഒരു വൈദികൻ സഭാവസ്ത്രത്തിൽ ഡാൻസ് ചെയ്താൽ അത് വലിയ സംഭവം. ഒരു മുല്ലാക്ക തന്റെ വേഷത്തിൽ ചെയ്താൽ അത് വലിയ സംഭവം. എന്നാൽ അവരുടെയൊക്കെ വാക്കുകളും പാട്ടുകളൊക്കെ സംഭവമാകുന്ന എപ്പോഴാണ്? അവരുടെ വസ്ത്രങ്ങളാണ്. അവർ പറയുന്ന തമാശകൾക്കും കൈയടിക്കുന്നത് അവരുടെ വസ്ത്രങ്ങളും പദവികളാണ്. ഒരിക്കൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മജിഷ്യൻ തന്റെ മാജിക് ഷോ വളരെ പ്രശസ്തമായ ഒരു സിറ്റിയിൽ നടക്കുകയാണ്. അദ്ദേഹം മാജിക് ഷോക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി. അതെല്ലാം തന്റെ പേഴ്സണൽ അസിസ്റ്റൻസ് വെച്ചാല് അവർ സഹായിക്കുന്ന കുറെ പേരുണ്ട്, അവരെല്ലാം തലേദിവസം മുതൽ എല്ലാം ഒരുക്കി വെച്ചു. പിറ്റേ ദിവസമാണ് ചങ്ങാതി വരുന്നത്. അങ്ങനെ അദ്ദേഹം കാറിന് വന്നപ്പോ ഒരു ആ ഇദ്ദേഹം മാജിക് ഷോ നടത്തുന്നതിന്റെ തൊട്ടടുത്ത് കുറെ പേര് കൂടി നിൽക്കുന്നു. ഇദ്ദേഹം അവർ നോക്കി എന്താണ് കാരണമെന്ന്. അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി. അവിടെ ചെന്ന് നോക്കാം. അങ്ങനെ അദ്ദേഹം കാർ ഇവിടെ നിർത്തി. അദ്ദേഹം സാധാരണ പോലെ ഇവിടെ ചെന്ന് നിന്നു. ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ ഇറക്കി നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോ അവിടെ ഒരു പ്രായമായ മനുഷ്യൻ മാജിക് ഷോ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല താനാണ് ഇവിടെ വന്ന് ഇത്ര പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഇവിടെ മാജിക് ഷോ നടത്തുന്നത്. അദ്ദേഹത്തിന് അറിയില്ല. ഓരോ തെരുവുകൾ തോറും നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുട്ടിയായിട്ട് വന്നിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-70 വയസ്സുള്ള പ്രായമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ വളരെ നന്നായിട്ട്
അച്ചടക്കത്തോടുകൂടി, കാതടക്കത്തോടുകൂടി, കൈയടക്കത്തോടുകൂടി മാജിക് ഷോ ചെയ്യാണ്. ഈ പ്രശസ്തനായ മജീഷ്യൻ ഞെട്ടിപ്പോവുകയാണ്. താൻ പോലും ചെയ്യാനാവാത്ത അത്ര വേഗത്തിൽ, അത്ര കണിശതയോടെ, അത്ര കൃത്യതയോടെ ആ മനുഷ്യൻ ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ അത്ഭുതമായി. തന്റെ ഗുരു പോലും, തന്നെ പഠിപ്പിച്ച മാസ്റ്റർ പോലും ചെയ്യാത്ത മാസ്റ്റർ പീസുകളാണ് ആ മനുഷ്യൻ അവിടെ ചെയ്യുന്നത്. കണ്ടുപിടിക്കാനായില്ല. ഇത്ര വിദഗ്ധനായ മജീഷ്യൻ ആയിട്ട് പോലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനായില്ല. അവിടെ കുറച്ചു പേര് കണ്ടു. അവർ ചിലർ പറയുന്നു, ഇതിനേക്കാൾ നന്നായി നമ്മുടെ ഈ മജീഷ്യൻ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ആ മജീഷ്യൻ ചെയ്യുമല്ലോ. ഇദ്ദേഹം ഹൃദയം എടുത്ത് കാണിച്ചിട്ട് പോലും ചെമ്പരത്തി പൂവാണെന്ന് പറയുകയാണ് അവിടെ നിന്നുണ്ട്. ഇത് ലോക പ്രശസ്തനായ കുഡിനി എന്ന് പറയുന്ന മജീഷ്യന്റെ ഒരു കഥയുമായിട്ട് ബന്ധമുണ്ട്. അതല്ല, ഇത് കേരളത്തിൽ നടന്നതാണ്. കേരളത്തിലെ പ്രശസ്തമായ ഒരു നഗരത്തിൽ നടന്നതാണ്. ഇദ്ദേഹം കുറച്ചു നേരോട് വെയിറ്റ് ചെയ്തു. ഇത് ആണ് പ്രശസ്തനായ മജീഷ്യൻ എന്ന് അവിടെ കൂടിയവർക്ക് അറിയില്ല. അവർ കൊടുത്തു 1 രൂപയും 2 രൂപയും തുട്ടുകൾ വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർ പോയത് എവിടെയാണ്? 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങി ഈ മജീഷ്യന്റെ മാജിക് ഷോ കാണാൻ വന്നവരാണ് അവര്. അവരാണ് ആ കൂടി നിന്നവര്. ഈ മാജിക് ഷോ ടൈം ആകുന്നത് വരെ അവരിത് കണ്ടാണ്. അവരുടെ ടൈം പാസ് ആയിരുന്നു. അവർ ചില്ലറകൾ ഇട്ടിട്ട് പോയി. ഈ മജീഷ്യൻ കാത്തു നിന്ന് കുറച്ചു നേരം എല്ലാവരും പോകാനായി. എന്നിട്ട് ആളുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, താങ്കൾ എത്ര വിദഗ്ധമായാണ് ചെയ്യുന്നത്, താങ്കൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഞാനാണ് ഈ മാജിക് ഷോ നടത്തുന്ന വ്യക്തി, എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ മനസ്സിലാക്കി. മാജിക് ഷോ തുടങ്ങി. കൃത്യം 8 മണിക്ക് അവിടെ മാജിക് ഷോ തുടങ്ങി. മാജിക് ഷോയിൽ മിന്നുന്ന വസ്ത്രത്തിൽ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ തകർത്താടുകയാണ് ആ സ്റ്റേജിൽ. തന്റേതായ നമ്പറുകൾ തരികയാണ്. പലരും പറഞ്ഞു, ഇയാൾ ആരാണ്? ഇയാളല്ലല്ലോ നമ്മൾ 1000 രൂപയും 2000 രൂപയും ടിക്കറ്റ് കൊടുത്ത് വന്ന മനുഷ്യൻ. ഇതല്ലല്ലോ, അദ്ദേഹത്തിന്റെ മാജിക് നമ്പർ അല്ലല്ലോ ഇത്. എത്രയോ ഉദാത്തമായ മാജിക് ഷോയാണ് നാം കാണുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇവർ പരസ്യങ്ങളിൽ കണ്ട മനുഷ്യൻ വരികയാണ്, ഒരു സാധാരണ വസ്ത്രമിട്ട്. അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യനെ നിങ്ങൾ അറിയുമോ? അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ. അപ്പോഴും പറഞ്ഞു, ഇല്ല, ഇത് ഏതോ മഹത്തായ വ്യക്തിയാണ്, താങ്കളുടെ ഗുരുവാണ് ഇത്. അപ്പൊ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഉടനെ അദ്ദേഹത്തിന്റെ തലപ്പാവെടുത്ത് മാറ്റി, ഓരോരോ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം അല്പം മുമ്പ് ആ തെരുവിൽ കണ്ട മനുഷ്യനായിരുന്നു അത്. ആ തെരുവിൽ കണ്ട മുഷിഞ്ഞു നാറിയ, കീറിയ, മാജിക് വസ്ത്രമിട്ട ഒരു പാപം മനുഷ്യൻ. ആ മനുഷ്യനായിരുന്നു നമസ്കാരം ചെയ്തിരുന്നത്. ഇവർ തന്നെയായിരുന്നു ആ തെരുവിൽ വെച്ച് ഈ പാപത്തിനെ അവഹേളിച്ചത്, അപമാനിച്ചത്. അത് തന്നെ ഇദ്ദേഹം വളരെ വർണ്ണാഭമായി അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അവർ കയ്യടിയായി, ഉദാത്തമായി, മനോഹരമായി. അന്ന് ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇയാളെ കൊണ്ടുപോവുകയാണ് എന്നോടൊപ്പം എൻ്റെ മാന്ത്രിക കോളേജിലേക്ക്. ഇത് ഒരു യഥാർത്ഥത്തിൽ നടന്നതാണ്. ഈ നടന്നതിന് ഒരു പ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് അത് തന്നെ എടുത്ത് പറയാത്തതാണ്. നടന്ന സംഭവത്തിൽ ഇത് ഒരു പ്രായമായ മനുഷ്യനല്ല, ഒരു പയ്യനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് മജീഷ്യൻ, ആരാണ് ആ പയ്യനെന്ന്. അതെ, ഒരു മനുഷ്യന്, ഒരു മാജിക് ഷോ നടത്തുന്ന മനുഷ്യന്
ഒരു മാന്ത്രികന് മാത്രമേ മറ്റൊരു മാന്ത്രികനെ അറിയാനാവൂ. അതെ, കഴിവുള്ളവനെ, എതിർ നിൽക്കുന്ന കഴിവുള്ളവനെ അറിയാനാകൂ. അതാണ് ഇന്നത്തെ ലോകം. ഇവിടെ ഡ്രസ്സാണ്, അവന്റെ പദവിയാണ്, അവന്റെ പേരാണ്, അവന്റെ പേരിന്റെ പിന്നിലുള്ള ബിരുദങ്ങളാണ് ഇവിടെ പ്രശസ്തമാക്കുന്നത്. അവൻ പറയുന്നതോ അവൻ കാണിക്കുന്നതോ അല്ല ഇന്നത്തെ ലോകം. ഇതുപോലെ തന്നെയാണ് ഉദാത്തങ്ങളും മനോഹരങ്ങളുമായതും മഹത്തരങ്ങളായതും ആർക്കും വേണ്ട. അവർക്ക് കുപ്പിയിൽ വരുന്ന തൊലിയില്ലാത്ത മിഠായി അല്ല വേണ്ടത്, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ തല്ലിപ്പൊടിയായി നിർമ്മിച്ച മിഠായികളാണ് വേണ്ടത്. അവിടെ കാഴ്ചയ്ക്ക് സുന്ദരമാകണം, ടേസ്റ്റിനോ രുചിക്കും അല്ല സുന്ദരമാകേണ്ടത്. സാധാരണക്കാരൻ ഇതിനേക്കാൾ ഏറെ മനോഹരമായി കഴമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞാലും എല്ലാവർക്കും അത് മോശമാവുകയാണ്. സാധാരണക്കാരൻ ഒരു മാജിക് ഷോ ചെയ്താൽ അതും മോശമാവുകയാണ്. സാധാരണക്കാരൻ ഹൃദയം തുറന്നൊന്ന് പാടിയാൽ അതും മോശമാകുകയാണ്. അവിടെ പ്രശസ്തനായ ഒരു വ്യക്തി വന്ന് പാട്ട് പാടിയാൽ, എത്ര മോശമായ രാഗങ്ങളിൽ പാടിയാലും അതിന് കൈയടിക്കാൻ ജനമുണ്ട്. രാജാവ് നഗ്നനായി തെരുവീതികളിൽ ഇറങ്ങുമ്പോഴും മറ്റുള്ളവരുടെ പ്രശംസകളിൽ സ്വയം മറക്കുമ്പോഴും പറയാൻ ഒരു കുഞ്ഞു മതി ആ വിഡ്ഢിയായ രാജാവിനെ മഹാനായ ജനസേവകനായ രാജ്യസ്നേഹിയായ രാജാവാക്കാൻ. നരേന്ദ്രനാഥ് ചക്രവർത്തി പറഞ്ഞു നിർത്തുന്നതും അത് തന്നെയാണ്. ഞാനും ആണെന്നും താനെന്താണെന്നും താനെന്താകണമെന്നും അറിയാതെ പേരിനും പ്രശസ്തിക്ക് പിന്നാലെ പോകുന്ന, നമ്മുടെ ദൗത്യങ്ങളും ചുമതലകളും കടമകളും മറക്കുന്ന ഒത്തിരി സ്വയം സെലിബ്രിറ്റികളാകുന്ന മഹത് വ്യക്തികളുണ്ട്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ വിടുന്നവർ, അവരാകുന്ന ഇടങ്ങൾ ഒന്നുമല്ലാതായി തീരുന്നവർ. ഞാനും ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ, നഗ്നയാണെന്ന്. എനിക്കും ചിലപ്പോഴെല്ലാം അസൂയ വരും. എൻ്റെ അക്ഷരങ്ങളിൽ എൻ്റെ വസ്ത്രങ്ങൾ പുതപ്പിക്കാനാകാത്തത്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചിന്തകൾ എപ്പോഴും അങ്ങനെയായിരിക്കണം. നന്മ കാണുമ്പോൾ, നല്ലതിനെ കാണുമ്പോൾ ചവിട്ടിത്താഴ്ത്തുന്നവരാകില്ലേ നമ്മൾ. അവരെ പുകഴ്ത്തുന്നവരാവണം, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാവണം, നെഞ്ചിലേറ്റുന്നവരാവണം. അത് കുഞ്ഞുകുട്ടിയാവട്ടെ, മുതിർന്നവരാകട്ടെ, അവരിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും ഈശ്വരൻ നിറയട്ടെ. മറ്റുള്ളവരെ അംഗീകരിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ള കഴിവുകൾ നിങ്ങളിൽ ദൈവം നിറയ്ക്കട്ടെ. അനുസ്യൂതം നിറഞ്ഞിട്ടുള്ള കഴിവുകളെ സാത്താൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.